ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ്. ഇപ്പോൾ കൈ സ്ക്വയറിൻ്റെ ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ഫോർ വാരിയൻസ്, ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. അതിൽ രണ്ടാമത്തെ ടെസ്റ്റാണ് ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഈ ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത്, നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ടാവും. ആ ഡാറ്റയിൽ ഫ്രീക്വൻസീസ് ഉണ്ടാകും. ആ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും ഈക്വൽ ആണോ അല്ലയോ, അതായത് നമ്മുടെ ഡാറ്റയ്ക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് ഫിറ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. Here we shall find a test to determine if a population has a specified theoretical distribution. The test is based on how good a fit we have between the frequencies of occurrence of observations in a given sample and expected frequencies obtained from the specified distribution. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവൻറ്റ്സ് കൺസിഡർ ചെയ്യാണ്. കൺസിഡർ എ സെറ്റ് ഓഫ് പോസിബിൾ ഇവൻറ്റ്സ് 1, 2, 3 etc. n arranged in n classes or cells. Let these events occur with frequencies O1, O2 etc. On called the observed frequencies. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള എന്താണോ ഫ്രീക്വൻസി അതാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ്. Let them be expected to occur with the frequencies E1, E2 etc. En called the expected frequencies. അതായത് നമ്മൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ, ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ അറിയാം. ഫിറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫിറ്റിങ്ങിലുള്ള വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഫ്രീക്വൻസീസ് ആണ് അവിടെ നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആവാം. ഇനി ഫിറ്റിംഗ് തന്നെ ആവണമെന്നില്ല. ചില ഡാറ്റയിൽ നിങ്ങൾക്ക് ചില കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. അതനുസരിച്ച് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഉണ്ടാകും. ബാക്കിയുള്ള എല്ലാ ടെസ്റ്റിനും നമ്മൾ ജനറലായിട്ടൊരു നൾ ഹൈപ്പോത്തസിസ് പറയാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ പറയാൻ പറ്റില്ല. ജനറലായിട്ട് പറയാമെന്ന് പറഞ്ഞാലും നമ്മളെ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് ഹൈപ്പോത്തസിസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് സെയിം മീനിങ് തന്നെയായിരിക്കും, പക്ഷേ ചെയ്യുന്ന കാര്യം, നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ വേർഡ്സിൽ അത് പറയുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് അത് വരിക. നമ്മൾ ശരിക്ക് നമ്മൾ മുന്നേ ചെയ്ത പോലെ H0 such that μ1 = μ2 എന്ന് പറയുന്ന ഒരു സാധനം ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സാധനമല്ല ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി എന്താ വെച്ചാൽ H0 such that there is no significant difference between the observed and expected frequencies. ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, അവിടെ നിങ്ങൾ ഹൈപ്പോത്തസിസ് എന്തായിട്ട് സെറ്റ് ചെയ്യണം? ബൈനോമിയൽ ഒരു നല്ല ഫിറ്റ് ആണ് എന്നുള്ളത് ഹൈപ്പോത്തസിസ് ആയിട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അതാണ് പറഞ്ഞത്. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെറുതായിട്ട് വേരിയേഷൻ വരും, മീനിങ് സെയിം ആണെങ്കിലും. ഇപ്പോൾ എഗെയിൻസ്റ്റ് നമ്മുടെ H1 എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ H0 പറയുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ H1 പറയും. ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പെർഫെക്റ്റ്ലി ഫിറ്റ് ആണ് എന്നുള്ളത് നമ്മൾ H0 ആക്കി എടുക്കും. ഫിറ്റ് അല്ല എന്നുള്ളത് H1 ആക്കി എടുക്കും. ഓക്കെ, ദെൻ ഫോർ എ ഗിവൺ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ, the best critical region, നമ്മൾ വാരിയൻസിൻ്റെ ടെസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും റൈറ്റ് ടൈൽഡ് ടെസ്റ്റാണ് കൈ സ്ക്വയറിൻ്റെ കേസിൽ ചെയ്യുന്നത്. കൈ സ്ക്വയറിൽ റൈറ്റ് ടൈൽഡ് ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആകുമ്പോഴാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ഒമേഗ സച്ച് ദാറ്റ് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫ ഫോർ n-r-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ആരെന്താന്ന് ഞാൻ പറയാം കേട്ടോ. ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ i is equal to 1 to n OI minus EI whole square by EI. ശ്രദ്ധിക്കുക, ഇക്വേഷൻ നിങ്ങൾ മാറിപ്പോവരുത്. കാരണം പലരും
മുകളിലത്തെ സം ചെയ്തിട്ട് താഴത്തേന് ഇ ഐ എന്നിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. സമ്മേഷൻ നമ്മൾ ലാസ്റ്റ് ആണ് ചെയ്യുന്നത്. ഒ ഐ മൈനസ് ഇ ഐ ഹോൾ സ്ക്വയർ കാണുക, ഡിവൈഡ് ബൈ ഇ ഐ കാണുക, എന്നിട്ട് ആ വാല്യൂസ് സം ചെയ്യാം. ഓക്കെ. ഇഫ് n is the total frequencies, then we must have sigma is equal to 1 to n, OI is equal to sigma I is equal to 1 to n EI. നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസിൻ്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസിൻ്റെയും ടോട്ടൽ എപ്പോഴും സെയിം ആയിരിക്കും. ആയിട്ടില്ല എന്നുള്ള സ്ലൈറ്റ് ചേഞ്ച് ഒക്കെ വരും. ചിലപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പോയിന്റിൻ്റെ ഡിഫറൻസ് ഒക്കെ കാണാം. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യണം. അതായത് പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അതായത് നമ്മൾ സാധാരണ 4-5 ഡെസിമലൊക്കെ വരുമ്പോൾ ആഡ് ചെയ്തിട്ട് കയറ്റാറില്ലേ, അതുപോലെ തന്നെ ചെയ്യുക. 2 ഡെസിമലിലൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കാം. അങ്ങനെ കറക്റ്റ് ആ ടോട്ടൽസ് സെയിം ആക്കണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. ശരിക്കും അങ്ങനെ ടോട്ടൽ സെയിം ആവണം. കാരണം നമ്മൾ ടോട്ടൽ ഒരേ സാധനം തന്നെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസമൊന്നും വരാൻ പോണില്ല. പിന്നെ 6 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കൺസ്ട്രെയിൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫിറ്റിംഗ് ആണ് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസിൻ്റെ സമം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസിൻ്റെ സമം സെയിം ആയിരിക്കണം എന്നില്ല കിട്ടിയിരിക്കാം. അപ്പോൾ നമ്മളത് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്കൊരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയ്ക്കണം. കാരണം നമ്മൾ വേറൊരു എക്സ്ട്രാ ഒരു കാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ സപ്പോസ് നിങ്ങൾക്ക് ഡാറ്റയിൽ നിങ്ങൾ ബൈനോമിയലാണ് ഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ബൈനോമിയലിൻ്റെ എന്നും പിയും അറിയണം. എന്നും നമുക്ക് ഡാറ്റ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട്. പി ചിലപ്പോൾ അറിയുണ്ടാവില്ല. അപ്പോൾ പി നമ്മൾ എങ്ങനെ കാണാം? മീനൊക്കെ കണ്ടുപിടിച്ചിട്ട് പി കാണണം. അപ്പോൾ പി നമ്മളെ ഡാറ്റയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കേസിൽ നമ്മൾക്ക് വീണ്ടും ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയ്ക്കണം. അതായത് നമ്മൾ എന്തൊക്കെ എക്സ്ട്രാ ചെയ്യുന്നോ അതിനനുസരിച്ച് എക്സ്ട്രാ കണ്ടീഷൻസ് എന്തൊക്കെ വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ആ 6 എന്നുള്ളത് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയ്ക്കുന്നത്. ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ദെൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ്, അതായത് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഒക്കെ പറഞ്ഞു. ദെൻ വാല്യൂ ഓഫ് കൈ സ്ക്വയർ കാണുക. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ, നമുക്കറിയാം കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫയാണ് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ ടേബിൾ വാല്യൂവിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ H0 റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ടേബിൾ വാല്യൂ എങ്ങനെയാണ് കാണാം? നിങ്ങൾ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കൈ സ്ക്വയറിൻ്റെ ടേബിൾ എടുക്കുക. കൈ സ്ക്വയറിൻ്റെ ടേബിളിൽ ഒരു സൈഡ് ആൽഫയും ഒരു സൈഡ് നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണാം. അതായത് ടേബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മുകളിൽ, അതായത് നേരെ നിങ്ങൾക്ക് ഹൊറിസോണ്ടലായിട്ട് നിങ്ങൾക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, വെർട്ടിക്കലായിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഹൊറിസോണ്ടലായിട്ട് സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫയും ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ബുദ്ധിമുട്ടൊന്നുമില്ല. കൈ സ്ക്വയർ ആൽഫയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ മുന്നേ ചെയ്തിരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ടേബിളിൽ നിന്ന് കിട്ടും. അതിൻ്റെ കുറച്ച് കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള കണ്ടീഷൻസ് നോക്കണം. The following are some points to be considered while using chi-square test. chi-square test ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. In a set of observation which are subject to linear constraints, sigma is equal to 1 to n, OI is equal to sigma is equal to 1 to n EI, 1 degrees of freedom is lost. അതായത് സമ്മേഷൻ OI ഈക്വൽ ടു സമ്മേഷൻ EI അല്ലാത്ത കേസിൽ മാത്രം, അതായത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആക്കുന്ന കേസിലാണ് നമ്മൾ ആ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയ്ക്കുക. അല്ല നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ അതാണ് കറക്റ്റ് കിട്ടുന്നത് വെച്ചാൽ അവിടെ കുറയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. ദെൻ if we have to estimate the parameters to compute the theoretical or expected frequencies of the distribution, then 1 more degrees of freedom has to be subtracted from each parameter for each parameter estimated. അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു പാരാമീറ്റർ എക്സ്ട്രാ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണെന്ന് വെച്ചാൽ, അതായത് ഡാറ്റയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരികയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിന് എത്ര എണ്ണം കണ്ടുപിടിക്കുന്നുണ്ടോ, എത്ര പാരാമീറ്റേഴ്സ് നമ്മൾ
നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് കണ്ടുപിടിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയ്ക്കണം. ദെൻ if any of the cell frequency is less than 5, അതായത് നിങ്ങൾക്ക് വാല്യൂസ് തന്നിട്ടുണ്ടാവും, ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഫ്രീക്വൻസി 5 താഴെയാണ് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ പറയുന്നത്. ദെൻ വി കമ്പൈൻ, അതായത് പൂൾ ചെയ്യാന്നാണ് അതിന് പറയുക, കമ്പൈൻ ഇറ്റ് വിത്ത് പ്രിസീഡിങ് ഓർ സക്സീഡിങ് സെൽ ഫ്രീക്വൻസി സോ ദാറ്റ് ദ റിസൾട്ടിംഗ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ 5. ഇൻ ദിസ് കേസ് ഓൾസോ 1 degrees of freedom ഹാസ് ടു ബി അഡ്ജസ്റ്റഡ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഫ്രീക്വൻസീസ്, ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് തന്നത്, ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് അല്ല കേട്ടോ, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്, നിങ്ങൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസീസ് ഏതെങ്കിലും 5 കുറവാണെന്ന് വിചാരിക്കും. അങ്ങനെ 5 കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ട് മുന്നത്തെ ഫ്രീക്വൻസി ഏതാ നോക്കുക, അല്ലെങ്കിൽ തൊട്ട് താഴത്തെ ഫ്രീക്വൻസി, അടുത്ത ഫ്രീക്വൻസി ഏതാ നോക്കുക. അതിലേതെങ്കിലും ഒന്നിനോട് ആഡ് ചെയ്താലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫ്രീക്വൻസികളോട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ 5ന്റെ മുകളിലേക്ക് ആക്കണം. അതിനെയാണ് നമ്മൾ പൂൾ ചെയ്യാറ്. ചിലപ്പോൾ 2 സംഖ്യ ആഡ് ചെയ്ത് കഴിഞ്ഞാലാവും 5ന്റെ മുകളിലാവുക. അപ്പോൾ അതിനനുസരിച്ച് പൂൾ ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര സംഖ്യകളാണോ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയ്ക്കും. ദെൻ ദ സാമ്പിൾ സൈസ് n ഷുഡ് ബി ലാർജ്, സേ മോർ ദാൻ 50 എബോവ് സാമ്പിൾ സൈസ് ഉള്ള കേസിലൊക്കെയാണ് ഇത് വരുന്നത് എന്നാണ് പറയുന്നത്. Then, if the classification is of the form of a two-way table എന്ന് പറയുന്ന പേരാണ് കണ്ടിജൻസി ടേബിൾ. അതായത് നിങ്ങളുടെ ടേബിളിൽ കോളം വൈസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, റോ വൈസ് ഒരു കാര്യം വരുന്നുണ്ടാവും. നമ്മൾ ടേബിളായിട്ട് സാധാ വരയ്ക്കല്ലോ, എ ബി എന്ന് പറഞ്ഞിട്ട് 2 കാര്യങ്ങളാണ്. എ എന്ന് പറയുന്നത് കോളം വൈസ് പറയുന്നു, A1 A2 പറഞ്ഞ എൻ്റെ വേരിയേഷൻസ് ആണ് കോളത്തിൽ വരുന്നത്, B1 B2 എന്ന് പറഞ്ഞിട്ട് ബിയുടെ വേരിയേഷൻസ് ആണ് റോയിൽ വരുന്നത് വിചാരിക്കും. അതൊരു കണ്ടിജൻസി ടേബിളാണ്. ആൻഡ് ഇഫ് ദർ ആർ R rows and C columns, R റോസും C കോളംസും ആണുള്ളത്, ആൻഡ് നോ പാരാമീറ്റേഴ്സ് ആർ എസ്റ്റിമേറ്റഡ്, ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് R-1 into C-1. അതായത് ഈ സാധനം വരുന്നത് അടുത്ത ടെസ്റ്റിലാണ്, ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ചെയ്യുന്ന കേസിലാണ് നമുക്ക് ടേബിൾസ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അവിടെ കോളം റോയ്ക്കും അനുസരിച്ചാണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. അതെന്ന് പറയുന്നത് R-1 into C-1 ആണ്, പാരാമീറ്റേഴ്സ് ഒന്നും എസ്റ്റിമേറ്റ് ചെയ്തില്ലെങ്കിൽ. ഓക്കെ. ദെൻ 6th point, ദ chi-square ഫോർമുല ക്യാൻ ഓൾസോ, അത് chi-square ഫോർമുല ഒന്നും കൂടി നമുക്ക് മാറ്റി എഴുതാം. അതായത് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഷോർട്ട് ആക്കിയതാണിത്. സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n OI² by EI minus n. ഓക്കെ, ഇത് പഠിക്കണം എന്നൊന്നുമില്ല. ഈ ലാസ്റ്റത്തെ പോയിന്റ് നിങ്ങൾ മുന്നേ പഠിച്ച നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെ ചെയ്താൽ മതി, അതാണ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക. ദെൻ ഒരു പ്രോബ്ലം ആണ് പറയുന്നത്. 4 coins are tossed 80 times. The distribution of number of heads is given below. Number of heads 0, 1, 2, 3, 4. Frequency 4, 20, 32, 80, 6, 80. Apply chi-square test and test at 1% level of significance if the coin is unbiased. അപ്പോൾ നമ്മൾ കോയിൻ അൺബയാസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിലൊക്കെ വരുന്ന കേസിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയലാണ്, ഫിറ്റ് ചെയ്യേണ്ടത് ബൈനോമിയലാണ്. ഇനി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, കോയിൻ അൺബയാസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്. കോയിൻ അൺബയാസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് എങ്ങനെയായിരിക്കും? നമുക്ക് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്, പി ആണ് കാണാനുള്ളത്. പി എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺബയാസ്ഡ് ആണെന്ന് വെച്ചാൽ പിയും ക്യൂവും 1/2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് വെൻ 4 coins ആർ ടോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ദെൻ എക്സ് ഫോളോസ് 4 1/2. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 4 and 1/2 ഈഫ് കോയിൻസ് ആർ അൺബയാസ്ഡ്. ഇനി നമുക്കറിയാം, നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബൈനോമിയൽ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാം. ഫിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, ഫിറ്റിംഗ് അറിയുന്നതാണ് ചെയ്യാൻ. അതായത്
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാം. ദെൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്, അതായത് F(0), F(1), F(2), F(3), F(4) എന്നിങ്ങനെ കാണാം. ക്യാപിറ്റൽ N ഇൻറ്റു ആ ഡെൻസിറ്റി ഫംഗ്ഷനിൽ പിക്കും ക്യൂനും എന്നിനൊക്കെ വാല്യൂ കൊടുത്തിട്ട് എക്സിനൊക്കെ വാല്യൂ കൊടുത്തിട്ട് ഓരോ വാല്യൂസും കാണാം. അതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് വരിക. ഓക്കെ, ഫിറ്റിംഗ് അറിയുന്നതുകൊണ്ട് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അതിൻ്റെ വാല്യൂസ് എന്താണെന്ന് ചെയ്ത് നോക്കുക എല്ലാവരും.